ഈ വിദേശത്ത് MBBS പഠിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന കുട്ടികളുടെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നമായിട്ട് ഇവർ പറയുന്നത് ഈ FMGE എക്സാം ആണ്. FMGE ശരിക്കും ഒരു വില്ലനാണോ? FMGE ഒരു വില്ലനാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലൈസൻസ്ഡ് എക്സാമാണ്. ഉദാഹരണത്തിന് ഒരു എബ്രോഡ് ഏതെങ്കിലും രാജ്യത്ത്, ഇപ്പോൾ കസാക്കിസ്ഥാനിലും റഷ്യയിലും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്തും ഏതെങ്കിലും രാജ്യത്ത് പോയി മെഡിസിൻ പഠിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നാളെ ഇവർ നമ്മൾ ചികിത്സിക്കേണ്ട ഡോക്ടേഴ്സ് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ വന്ന് ഒരു ലൈസൻസ്ഡ് ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ലൈസൻസ് എക്സാം വേണമെന്നുള്ള നിർബന്ധമല്ലേ. അതൊരു ക്വാളിറ്റി ചെക്കാണ്. സ്റ്റുഡൻസ് തേർഡ് ഇയർ മുതൽ അല്ലെങ്കിൽ തേർഡ് ഇയർ മുതലോ ഫോർത്ത് ഇയർ മുതലോ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരെ സിമ്പിളായി ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അവർക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഒരു വില്ലനാണെന്ന് ഒരിക്കലും പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് ഈസിയാണ്. ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ഒരുപാട് പേര് ഇത് ക്രാക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ നമ്മളയക്കുന്ന സ്റ്റുഡൻസിൽ ഒരു 50% സ്റ്റുഡൻസ് പോവും ഫസ്റ്റ് ചാൻസ് തന്നെ ക്ലിയർ ആയി പോകുന്നുണ്ട്. പല തവണയായിട്ട് എഴുതാം അല്ലേ? അതെ പല തവണ. ഒരു വർഷത്തിൽ 2 തവണ എക്സാംസ് വരുന്നുണ്ട്, ജൂലൈയിലും അതുപോലെ തന്നെ ഡിസംബറിലും. ഇത് ക്ലിയർ ചെയ്താൽ മാത്രമേ ഇവിടെ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഇത് ക്ലിയർ ചെയ്ത് നമുക്കിപ്പോൾ കേരള സ്റ്റുഡൻസ് ആണെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു ലൈസൻസ്ഡ് ഡോക്ടറായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ.